Slang. Bogan. Oh, the servo is the service station. There's And, got a UE for a U-turn. The bottle-o is the bottle shop. I got one. Oh, you go. You got, instead of saying afternoon, you say arvo. ഞാൻ ഓസ്ട്രേലിയയിലേക്ക് വന്നു 2019. ആദ്യത്തെ ജോലി കിട്ടിയത് ഒരു ഇംഗ്ലീഷ് ആൾക്കാർ മജോറിറ്റി ഇന്ത്യൻസ് ഒരാൾ പോലും ഇല്ലാത്തൊരു കമ്പനിയിലാണ് കിട്ടിയത്. എന്നോട് ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ മാനേജർ വന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഡു യു വാണ്ട് ടു ഗോ ഫോർ ബ്രക്കി? എനിക്കറിയത്തില്ല എന്താണ് ഈ സംഭവം. ഓക്കെ, 9 മണിക്ക് എന്നോട് വന്ന് ചോദിച്ച ഒരു കാര്യമാണ്, ഡു യു വാണ്ട് ഗോ ഫോർ ബ്രക്കി? അപ്പോൾ എനിക്ക് മനസ്സിലായി ഓസ്ട്രേലിയൻ സ്ലാങ് എന്നത് ഇംഗ്ലീഷ് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഇവരുടെ പറയുന്ന ചില സ്പെസിഫിക് വേർഡ്സ് എന്ന് പറയുന്നത്. അത് ഒത്തിരി ഒന്നുമില്ല, കുറച്ച് വേർഡ്സ് നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഈസി ആകും ഓസ്ട്രേലിയൻ വർക്ക് ലൈഫ്, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കൾച്ചറുമായിട്ട് ഇഴുകിച്ചേരാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് നമസ്കാരം. എൻ്റെ പേര് ജോസി. ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് ഓസ്ട്രേലിയ വർക്ക് ചെയ്യുന്നു. 5 വർഷമായിട്ട് ദുബായിൽ നിന്നും ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായ ചില ഓസി സ്ലാങ് വേർഡ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ബ്രക്കി. ബ്രക്കി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതിനെ അവർ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്ന ഒരു വാക്കാണ് ഈ ബ്രക്കി എന്ന് പറയുന്നത്. ഈ എക്സ്പീരിയൻസ് എനിക്ക് പലതവണ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഇപ്പം നല്ലപോലെ പഠിച്ചു ബ്രക്കി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന്. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങളത് ഇവിടെ വന്ന് ജോലി കിട്ടിക്കഴിയുമ്പോൾ പല ആൾക്കാരിൽ നിന്നും ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വേർഡാണ് ഈ ബ്രക്കി എന്നത്. രണ്ടാമത്തേത് നമ്മുടെ നാട്ടിൽ പറയുന്ന വാക്കെന്ന് പറയുന്നത് ഫ്രണ്ടാണ്. ഇതിൻ്റെ ഇവിടെ പറയുന്ന വേർഡ് എന്ന് പറയുന്നത് മെയ്റ്റ് എന്നാണ്. മിക്കപ്പോഴും നമ്മളോട് ആൾക്കാർ സംസാരിക്കുന്നത് ഹേയ് മേറ്റ് ഹൗ ആർ യു, അല്ലെങ്കിൽ ഹേ മേറ്റ് ക്യാൻ വി ഗോ ഹിയർ, ഹേ ബ്രദർ അല്ലെങ്കിൽ ഹേ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അതിന് പകരമായിട്ട് ഓസ്ട്രേലിയ യൂസ് ചെയ്യുന്ന വേർഡാണ് ഹേ മെയ്റ്റ് എന്നത്. MATE. ആ പദം വളരെ അധികമായിട്ട് ഓസ്ട്രേലിയ യൂസ് ചെയ്യും. എവിടെ ചെന്നാലും നിങ്ങൾ കാണുന്ന ഒരു വാക്കാണ്. ഒരു ഓസ്ട്രേലിയനെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ വോയിസ് മെയിൽ പറയുന്ന വാക്കെന്ന് പറയുന്നത് ഗുഡ് ഡേ മേറ്റ് എന്നായിരിക്കും മിക്കപ്പോഴും പറയുന്നത്. അത് ഓസ്ട്രേലിയൻസ് ഡെഫിനറ്റ് ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ്. അടുത്ത നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് ആർവോ. ടൈം ഒരു മീറ്റിങ്ങിലിരുന്ന് എൻ്റെ മാനേജർ ഉൾപ്പെടുത്തിയ ഒരു മീറ്റിങ്ങിലിരുന്ന് മറ്റൊരാളോട് സംസാരിച്ചൊരു വാക്കാണ്. ആ കാര്യം അവർ ആർവോയിൽ ഫിനിഷ് ചെയ്യുമെന്നുള്ളത്. എനിക്ക് ഒരു ഐഡിയയും പിടിയിട്ടില്ല. ഈ ആർവോ എന്ന് പറയുന്നത് നാളെയാണോ ആഫ്റ്റർ 1 വീക്കാണോ അല്ലെങ്കിൽ 2 ഡേ ആണോ എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് സംഭവം മനസ്സിലാക്കി. പക്ഷേ ഈ ആർവോ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ വളരെയധികമായിട്ട് ഓസ്ട്രേലിയയിൽ കേൾക്കും. ആർവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർനൂൺ എന്നാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് എന്നാണ് ആർവോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അത് ഓസ്ട്രേലിയയിൽ നിങ്ങൾ ആഫ്റ്റർനൂൺ എന്ന് പറയുന്ന വാക്ക് കേൾക്കാൻ സാധ്യതയില്ല. അതിന് പകരം ആർവോ എന്നാണ് അവർ പൊതുവേ പറയാറുള്ളത്. അത് കുറേയധികം പ്രാവശ്യം നിങ്ങൾ കേട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന ആർവോയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത്. ഇനി അടുത്ത വാക്കാണ് ഗുഡ് ഡേ അല്ലെങ്കിൽ ഡേ. ഇട്ടിട്ട് ഹൈഫൻ ഇട്ടിട്ട് ഡേ എന്നുള്ളത്. ഗുഡ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഹലോ പറയില്ലേ, അതുപോലെ തന്നെയാണ്. ഹലോ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് പകരം ഇവിടെയുള്ള ആൾക്കാർ നമ്മളോട് ഗുഡ് ഡേ എന്ന് പറയും. നമ്മൾ ഗുഡ് മോർണിംഗ് എന്നല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് ഈവനിംഗ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് അവർക്ക് ഗുഡ് ഡേ, ഹലോ എന്ന് പറയുന്നതാണ് ഗുഡ് ഡേ. അടുത്തൊരു വാക്കാണ് നോ വറീസ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നോ പ്രോബ്ലം എന്ന് പറയുന്ന പോലെ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ മാനേജരോട് ഞാൻ ലീവ് അയക്കുകയാണെങ്കിൽ അയാൾ എന്നോട് പറയാൻ സാധ്യതയുള്ളത് ഒരു വാക്കാണ് നോ വറീസ് എന്നുള്ളത്. അതായത് ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസിൽ നമ്മൾ ഓസ്ട്രേലിയൻസുമായിട്ട് നമ്മൾ കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത് കേൾക്കാൻ സാധ്യതയുള്ള വേർഡ്സ് ആണ് ഇതൊക്കെ തന്നെ. ഇനി മറ്റു 2 വാക്കുകളാണ് സെർവോ ആൻഡ് മാക്കസ്. ഓക്കെ, മാക്കസ് എന്ന് പറയുന്നത് എന്താണെന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് നമ്മുടെ മക്ഡൊണാൾഡ്സ് ആണ്. നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ചെയിനായ മക്ഡൊണാൾഡ്സിനെ ഒരാളും ഇവിടെ മക്ഡൊണാൾഡ്സ് എന്ന് പറയാറില്ല, മാക്കസിൽ പോവാം എന്നാണ് പറയാറ്. അതായത് MACCAS, മാക്കസിൽ പോവുക എന്നുള്ളതാണ് പറയാറ്. ഇവിടെയുള്ള പിള്ളേരും ഇവിടെയുള്ള എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന വേർഡ് മാക്കസ് ആണ്. ഇവിടെ വന്ന് മക്ഡൊണാൾഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നാണം കെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മക്ഡൊണാൾഡ്സ് പറയുന്നതിൽ തെറ്റില്ല, മക്ഡൊണാൾഡ്സ് ആണ് മക്ഡൊണാൾഡ്സ്. പക്ഷേ മാക്കസ് എന്നാണ് അവരെ ഓസി സ്ലാങ്ങിൽ മക്ഡൊണാൾഡ്സിനെ പറയാറ്. രണ്ടാമത്തേത് സെർവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ സ്റ്റേഷൻസ്, പെട്രോൾ പമ്പ്, അങ്ങനത്തെ സ്ഥലത്തിനാണ് സെർവോ എന്ന് പറയുന്നത്. പെട്രോൾ പമ്പ് എന്ന് ആരും പറയാൻ സാധ്യതയില്ല, നമ്മൾ സെർവോയിൽ പോവുക എന്നാണ് ഇവിടെ പൊതുവേ പറയാറുള്ളത്. ഇനി പീപ്പിളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക വാക്കുണ്ട്, ബ്ലോക്ക്. ഹേ സീ ദാറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ എന്നാണ് അർത്ഥം. അവനെ കണ്ടോ എന്നാണ് ചോദിക്കുന്നത് സീ ദാറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് മാൻ എന്നാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവർ സംസാരിക്കുന്ന നമുക്കത് കേൾക്കുമ്പോൾ ബ്ലോക്ക് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് നമ്മൾ ആലോചിച്ച് പോകുമെങ്കിലും അവനെ നമ്മൾ പറയുന്ന പോലെ തന്നെ കണ്ടോ അവനെ എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് സീ ദാറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വാക്കാണ് ഗുഡ് ഓൺ യാ. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഗുഡ് ഓൺ യാ, YA, ഗുഡ് ഓൺ യാ എന്ന് പറയുന്ന വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഡൺ എന്നാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഗുഡ് ഓൺ യാ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഗുഡ് ജോബ് അല്ലെങ്കിൽ വെൽ ഡൺ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. എപ്പോഴും നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള മറ്റൊരു വേർഡാണ് റെക്കൺ എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയിൽ ഞാൻ നമ്മുടെ പച്ചക്കറി വാങ്ങിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ പോകുമ്പോഴോ ഒക്കെ തന്നെ
ഒരു 15-20 തവണയിലും ആരുടെയും വായിന്ന് കേൾക്കാൻ സാധ്യതയുള്ള സാധനമാണ് ഈ റെക്കൺ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് സോ. നിങ്ങളൊരു കാര്യം ഒരാളോട് ചോദിക്കുകയാണെന്ന് വിചാരിച്ചു, അപ്പോൾ അവർ റെക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ റെക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് സോ, അതാണ് അതിൻ്റെ അർത്ഥം. അത് സിമ്പിളായിട്ട് പറയുന്ന ഓസി സ്ലാങ്ങിലുള്ള വേർഡാണ് ഐ റെക്കൺ എന്നുള്ളത്. ഇനി കുറച്ചധികം ഫൺ വേർഡ്സും ഉണ്ട്. മോസി എന്നൊരു വാക്കുണ്ട്, MOZZIE. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോസ്കിറ്റോയാണ്. മോസ്കിറ്റോയെ മോസി എന്ന് വിളിക്കുക. വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നില്ലേ? സ്ട്രേഞ്ച് അല്ല, ഓസി സ്ലാങ് ആണ്. അതും നിങ്ങൾ അധികമായിട്ട് കേൾക്കാൻ സാധ്യതയുണ്ട്. കാരണം ഓസ്ട്രേലിയയിൽ മോസ്കിറ്റോസ് നല്ലപോലെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മോസി എന്നാണ് മോസ്കിറ്റോയെ പറയാറ്. ഇനി അടുത്തത് നമ്മുടെ സൺഗ്ലാസ്. ആ സൺഗ്ലാസിനെ ഓസ്ട്രേലിയൻസ് വിളിക്കുന്നത് സണ്ണീസ് എന്നാണ്. സണ്ണീസ് എന്ന് മാത്രമേ അവർ സംസാരിക്കുക. സൺഗ്ലാസ് എന്ന് ഒരാളും പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾ സണ്ണീസ് എടുത്തോ, ഡിഡ് യു ടേക്ക് യുവർ സണ്ണീസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ കയ്യിൽ സൺഗ്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ മറ്റൊരു വാക്കാണ് സണ്ണീസ്. അടുത്തത് എസ്കി. എസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂൾ കണ്ടെയ്നർ അല്ലെങ്കിൽ പോർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ തണുത്ത സാധനങ്ങൾ കൊണ്ടുനടക്കാൻ പറ്റുന്ന ആ സാധനമാണ് എസ്കി. അതിനെ ഓസി സ്ലാങ്ങിൽ പറയുന്നത് എസ്കി എന്നാണ്. നമ്മൾ പലപ്പോഴും അതിനെ കൂളർ എന്ന് വിളിക്കുമെങ്കിലും ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്ന വാക്ക് എസ്കിയാണ്. ഇനി അടുത്ത വാക്ക് എന്ന് പറയുന്നത് തോങ്സ്. തോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പില്ലേ, നമ്മുടെ വള്ളിച്ചെരുപ്പ്, അതാണ് നമ്മളിവിടെ പറയുന്ന തോങ്സ്. അത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് അതിന് ഇംഗ്ലീഷ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ തോങ്സ് എന്ന് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ജനറലായിട്ട് എവറിഡേ ലൈഫിൽ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം നിങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഓസി സ്ലാങ്ങിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇനിയും അധികം കുറേ സെൻറ്റൻസുകളും ഇവർക്കുണ്ട്. പക്ഷേ അതെല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റുന്ന അത്രയുള്ള ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ വേർഡിൽ ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. പറഞ്ഞ വേർഡുകളൊക്കെ അറിയാമെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 3-4 മാസം പിടിച്ച് നിൽക്കാൻ സാധിക്കും. ഇവർ പറയുന്നത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ജനറലായിട്ട് അവരുടെ വായിൽ നിന്ന് വരുന്ന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്കറിയാവുന്ന, നിങ്ങളിവിടെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലിടുക. അതിൻ്റെ അർത്ഥം കൂടി കമൻറ്റിലിടുക. അത് വായിക്കുന്നവർക്കും കാണുന്നവർക്കും അത് യൂസ്ഫുൾ ആയിക്കോട്ടെ. ഡെഫിനറ്റായിട്ടും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നവർക്കോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ സീ യു ഗൈസ്.